ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഒരു സങ്കടകരമായ ഒരു കാര്യം കാണിച്ചു തരാനും നിങ്ങളോട് പറയാനും എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ നാടൻ കോഴിക്ക്, തനി നാടൻ കോഴിക്ക് അട വെച്ചിട്ട് വിരിഞ്ഞ് 2 ആഴ്ച പ്രായമായിട്ടുള്ള കോഴിയാണ് കേട്ടോ. അതിൽ ഞാനൊരു 6 മുട്ട വെച്ചിട്ട് എനിക്കൊരു 4 കോഴിയാണ് വിരിഞ്ഞ് കിട്ടിയത്. 2 എണ്ണം അത് കെട്ടുപോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വിരിഞ്ഞിട്ടില്ല. അപ്പം അത് ഞാൻ ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയെടുക്കും. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പതിവ് പോലെ ഞാൻ തീറ്റയെല്ലാം ഇട്ട് കൊടുത്തു. രാവിലെ നമ്മൾ പെല്ലറ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ തീറ്റയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു ഉച്ച ടൈം ആയാലും കുറച്ച് എൻ്റെ അടുത്ത് നമ്മളെ റവയുണ്ടല്ലോ, റവ പൊടിച്ചിട്ട് റവ ഞാനൊന്ന് വെള്ളത്തിൽ കുഴച്ചിട്ട് ഒന്ന് ഇതിനെല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ തിന്നോട്ടെ, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മോശമായിട്ട് കുറച്ചൊരു പഴകിയ പൂപ്പൽ പിടിച്ചതൊന്നുമല്ല, എന്നാലും കുറച്ചൊരു വാങ്ങിയിട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന റവയാണ് കേട്ടോ. അത് ഞാനൊരു വെള്ളത്തിൽ കുഴച്ചിട്ട് ഞാൻ ഇതിനെല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വന്നു. പിന്നെ ഈ ഒരു കോഴിന് കണ്ടോ, ഇത് 4 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് വേറൊരു കോഴിക്ക് ഞാൻ അട വെച്ചിട്ട് അതിലും ഒരു 4 കോഴി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു, 6 എണ്ണം വെച്ച് കൊടുത്തിട്ട്. പിന്നെ നമ്മളിവിടെ മുട്ട പുഴുങ്ങാനും കൂടി എടുക്കുന്നതുകൊണ്ട് അട ഇരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കോഴി കുറേ ഉണ്ടാവാറില്ല. കുറേ ഉള്ള സമയത്ത് ഞാൻ 10 എണ്ണമെല്ലാം വെച്ച് കൊടുക്കും. അങ്ങനെ ആ കോഴിക്കും കൂടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റവ ഞാൻ കുഴച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ സാധാ നമ്മളെ പെല്ലറ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലേ ഉള്ളൂ കേട്ടോ. ഞാൻ മറ്റുള്ള തീറ്റയൊന്നും ഇട്ട് കൊടുക്കലില്ല. പിന്നെ റവയല്ലേ, അപ്പോൾ തരി പോലത്തെ സംഭവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഴച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പം ഈ കോഴി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ നോർമലായിട്ട് കുഞ്ഞിക്കോഴികൾ കരയുമല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത്ര ശ്രദ്ധിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഞാൻ തീറ്റ കൊടുക്കാൻ പോയപ്പോഴാണ് എനിക്ക് കരച്ചിൽ വന്നുപോയി. പിന്നെ കണ്ടപ്പോൾ ഒരു കോഴി, ഈ കുറച്ച് വണ്ണുള്ള കോഴീൻ്റെ കാല് ഈ റവ ഇങ്ങനെ ഈ ഒരു പ്ലേറ്റിലായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. എനിക്ക് പറ്റിയ അബദ്ധമാണ് കേട്ടോ അത്. അപ്പം ഈ പ്ലേറ്റിലിട്ടപ്പോൾ ഇവർ അടിയിലും മേലെ ഇരുന്നിട്ട് ഈ കുഞ്ഞിക്കോഴികൾ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് ഇങ്ങനെ ചിക്കാനെല്ലാം നോക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കോഴീൻ്റെ കാല് അതിൽ മൊത്തമായിട്ട് പൂണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ റവയിൽ ഇങ്ങനെ വഴുവഴുപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മൈദപ്പൊടിയെല്ലാം കലക്കി കഴിഞ്ഞാൽ ഈ ചളിയിലെല്ലാം പൂണ്ട് പോകില്ലേ, ആ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതിനെ വേഗം എടുത്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കാലിന് തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി ഇട്ടു. പക്ഷേ അതിന് നടക്കാനോ ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല. പിന്നെ ഈ ചെറിയ കോഴി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ കരച്ചിൽ കേട്ടിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു ചെറിയ പാത്രത്തിലായിരുന്നു. അതിൽ ഈ 2 കോഴിയും, ഈ കുഞ്ഞി 2 കോഴി അതിൽ മൊത്തമായിട്ട് പൂണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തല മാത്രമാണ് പുറത്തുണ്ടായിരുന്നത്. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുട്ട വിരിയുന്നുണ്ടോ നോക്കി നിന്നിട്ട് വിരിഞ്ഞ് കിട്ടിയ കോഴിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നശിച്ചു പോകും, ഇത് ചത്തു പോകും തന്നെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കരഞ്ഞു പോയി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വേഗം ഈ 3 എണ്ണത്തിന് എടുത്തുകൊണ്ട് അതിന് ഞാൻ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് മൊത്തമായിട്ട് അതിൻ്റെ ശരീരം മൊത്തമായിട്ട് ഒന്ന് കഴുകി കൊടുത്തു. എന്നിട്ട് ഒരു തുണിയിലെല്ലാം പിടിച്ചിട്ട് ഒന്ന് നല്ലോണം തുടച്ചൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ബൾബ് ഇട്ടിട്ട് ഒന്ന് ചൂട് കൊടുത്ത് നോക്കാമെന്ന്. പിന്നെ ഞാൻ അവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ തീ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചൂടൊന്ന് പിടിപ്പിച്ച് നോക്കട്ടെ, എന്നിട്ട് അത് ശരിയാവോ നോക്കിയപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇത് ശരിയായി വരുന്നുണ്ട്. അത് ഇങ്ങനെ അതിൻ്റെ ചൂട് കിട്ടുമ്പോൾ ആ അടുപ്പിൻ്റെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോൾ അങ്ങോട്ട് നീങ്ങി പോവുകയാണ്. അതിനറിയാലോ എന്തായാലും പൊള്ളൽ ഏൽക്കാത്തൊരു ചെറിയ ചൂട് കിട്ടുന്ന ഭാഗം നോക്കിയിട്ട് അത് നിൽക്കുന്നുണ്ടായിട്ടുള്ളൂ. അതിനത് നിർത്തിച്ചപ്പോൾ ഉള്ളിലോട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന് മനസ്സിലായി നമുക്ക് നല്ല ചൂട് കിട്ടുന്നുണ്ട്. അപ്പം അത് പഴയതുപോലെ ആവാൻ തുടങ്ങി, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ വലിയ കോഴിൻ്റെ ഉള്ളിൽ ആ അമ്മയാണോ എന്ന് വിചാരിച്ചിട്ടൊന്നും അറിഞ്ഞൂടാ, കുഞ്ഞിക്കോഴി പോയിട്ട് അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ടോ, നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവില്ല. അത് അങ്ങനെ തന്നെ നിന്നിട്ട് അതിന് ചൂട് കിട്ടുമ്പോൾ അതിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലോണം ഒന്ന് ശരിയായിട്ടാകുമ്പോൾ അതിനെ കൂട്ടിൽ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അബദ്ധം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ട്. ആ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിലിങ്ങനെ ചളിയിൽ പൂണ്ട പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നുമല്ല തോന്നിയത്. പിന്നെ ഞാൻ ഇത് പുറത്തെടുത്ത് ഇതിനിങ്ങനെ വെച്ചപ്പോൾ തോന്നി ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ കോഴിനെ വളർത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീറ്റയൊക്കെ അതിൻ്റെ ഒന്നാമത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ കൂടെ പോയി ശ്രദ്ധിക്കണം. ഇതിൻ്റെ കരച്ചിൽ വരുമ്പോഴെല്ലാം ഒന്ന് പോയി ശ്രദ്ധിക്കണം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ കീരിയോ അങ്ങനെ എന്തെങ്കിലും ഇഴജന്തുക്കളെ കാണുമ്പോഴൊക്കെ ഇവർ എന്ത് ജീവിജാലങ്ങളെ കാണുമ്പോഴൊക്കെ ഇവർക്ക് കാക്ക വന്നിരുന്നാൽ മതി, അപ്പോഴേക്കും ഇവർ തുടങ്ങും കൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിനെ പോയി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച ആയിട്ടുള്ള ആ കോഴി നോർമലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുടായതുകൊണ്ട് അങ്ങനെ ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ടോർച്ച് അടിച്ചിട്ട് നോക്കുന്നുണ്ട്, അത് ശരിക്കും നിൽക്കുന്നുണ്ടോ, അതിങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് നടക്കും, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആശ്വാസമായിട്ട് ഞാൻ പിന്നെ മറ്റേ 2 കോഴിനെ കൂടി ഒന്ന് നല്ല ചൂടൊക്കെ പിടിപ്പിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് ആ അമ്മേൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കോഴിനെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഈ ഒരു തീറ്റപ്പാത്രം കണ്ടോ, ആ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. എനിക്ക് ആകെ പറ്റിയ അബദ്ധമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നല്ലോ ഉണ്ട്. ഞാൻ കുറച്ച് സമയം പിന്നെയും ഞാൻ രാത്രി പോയിട്ട് ഒന്ന് ടോർച്ച് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, അത് എന്തായി നോക്കിയിട്ട്. പിന്നെ രാവിലെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ചെറിയ കുഞ്ഞിക്കോയി, അതും ഇതുപോലെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് നല്ല പഴയതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുവെങ്കിലും എനിക്കിത് ഇത് പഴയതുപോലെ ആയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളതിൽ ഞാനിത് ശരിക്കും എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു ഇത് നശിച്ചു പോകുന്നത്. അപ്പം എന്തെങ്കിലും ഇങ്ങനെ അബദ്ധം ആരും കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുറേ ഇങ്ങനെ വളർത്തി നോക്കി പിന്നെ ഇതിനെ പരിപാലിച്ചിൽ കൊണ്ടുവന്ന് നമുക്ക് 1-2 കോഴിനെ നശിച്ചു പോയാൽ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ അത്. നമ്മളതിങ്ങനെ നോക്കി കൊണ്ട് നടന്നിട്ടല്ലോ നമുക്കത് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് വലിയ സങ്കടമായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോഴിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലെ നാടൻ കോഴിനൊക്കെ അടവെച്ചിട്ടൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കുഞ്ഞിക്കോഴികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള തീറ്റകളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ ഈ പെല്ലറ്റോ അങ്ങനെ കോഴിത്തീറ്റ തന്നെ വാങ്ങാൻ കിട്ടും, ചെറിയ പൊടിത്തീറ്റ വാങ്ങാൻ കിട്ടും. ഞാൻ വലിയ പെല്ലറ്റ് പൊടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. പിന്നെ ഇത് ഇപ്പം 3-4 ദിവസമായതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ളതെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ തീറ്റപാത്രമൊക്കെ ഈ ഒരു തീറ്റപാത്രത്തിൽ കിടന്നിട്ടായിരുന്നു കേട്ടോ 2 എണ്ണം ഇതുപോലെ അന്ത്യശ്വാസം വിളിച്ചോ എന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ആ തീറ്റപാത്രം ഒന്ന് മാറ്റി കൊടുക്കാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു 2 ആഴ്ച പ്രായമായ കോഴി ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു കോഴിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയിൽ അത് തീറ്റ കഴിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നടക്കും, അതിൻ്റെ തീറ്റ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡബിൾ ഹാപ്പിയായി. പിന്നെ വേറൊരു കോഴിനെ ഞാൻ അടവെച്ചതായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നത് അത് വിരിയാനായി. ഈ ഒരു കോരി കൊണ്ട് ഞാനൊന്ന് നീക്കി കാണിച്ചു തരുന്നുണ്ട്. അതിനെ ഇടങ്ങാറാക്കുന്നത് അത്ര ശരിയല്ല. അതിങ്ങനെ ഒച്ചയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് വിരിയാനായി കേട്ടോ ഏകദേശം. പിന്നെ ഇനിയിപ്പം 3-4 ദിവസത്തിനുള്ളിൽ ഈ കോഴി വിരിയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കോഴിനെ വളർത്തുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇനിയും എൻ്റെ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്താനെല്ലാം ഉണ്ട്. എനിക്ക് ടൈം കിട്ടാഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഓരോന്നേ മാറ്റി കൊണ്ടുവരണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളിൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത് കണ്ടോ എൻ്റെ കോഴികളാണ് കേട്ടോ. ഇതെല്ലാം നാടൻ കോഴിയാണ്.